ബൈബിൾ കിസ് ആൻഡ് പ്രോഗ്രാം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് യേശുവിനെ കാണാൻ എങ്ങനെയായിരുന്നു എന്നതാണ്. ബൈബിളിൽ അതിൻ്റെ ഉത്തരം ഇങ്ങനെ പറയുന്നു: യേശുവിനെ കാണാൻ എങ്ങനെയായിരുന്നുവെന്ന് ആർക്കും അറിയില്ല, കാരണം ബൈബിൾ അത് വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതിനർത്ഥം യേശു കാഴ്ചയ്ക്ക് എങ്ങനെയായിരുന്നുവെന്ന് ബൈബിൾ പ്രാധാന്യം നൽകുന്നില്ല എന്നതാണ്. എന്നാലും യേശുവിൻ്റെ രൂപത്തെക്കുറിച്ച് ചില സൂചനകൾ ബൈബിൾ നൽകുന്നുണ്ട്. ഒന്നാമതായി, അവൻ്റെ ആകൃതി. യേശു ഒരു ജൂതനായിരുന്നു. അതുകൊണ്ട് തന്നെ ജൂതന്മാരുടേതായ പൊതുവായുള്ള എല്ലാ സവിശേഷതകളും യേശുവിന് അമ്മയിൽ നിന്നും കിട്ടിയിട്ടുണ്ടാകണം. എബ്രായർ 7:14. എല്ലാവരെയും പോലെ തന്നെയായിരുന്നു യേശുവും. കാഴ്ചയ്ക്ക് യേശുവിന് വലിയ പ്രത്യേകതകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ഗലീലയിൽ നിന്നും യെരുശലേമിലേക്ക് യേശുവിന് രഹസ്യമായി യാത്ര ചെയ്യേണ്ടി വന്നു. ആരും യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. യോഹന്നാൻ 7:10-11. തൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന ശിഷ്യന്മാരെ പോലെ തന്നെയായിരുന്നു യേശുവും. വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ജനക്കൂട്ടം യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ വന്നപ്പോൾ യൂദാസിന് യേശുവിനെ കാണിച്ചു കൊടുക്കേണ്ടതായി വന്നത്. മത്തായി 26:47 മുതൽ 49 വരെ. മുടിയുടെ നീളം. യേശുവിന് നീണ്ട മുടി ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല, കാരണം നീണ്ട മുടി പുരുഷൻ അപമാനമാണെന്ന് ബൈബിൾ പറയുന്നു. 1 കൊരിന്ത്യർ 11:14-15. യേശുവിൻ്റെ താടി. യേശുവിന് താടി ഉണ്ടായിരുന്നു. യേശു ഒരു ജൂതനായിരുന്നത് കൊണ്ട് തന്നെ ജൂത നിയമങ്ങൾ അനുസരിച്ചിരുന്നു. അതിൽ പുരുഷന്മാർക്ക് താടിയുടെ വിളുമ്പ് വിരൂപമാക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു. ലേവ്യപുസ്തകം 19:27, ഗലാത്യർ 4:4. യേശുവിന് സഹിക്കേണ്ടി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രവചനത്തിൽ താടിയെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. യെശയ്യാവ് 50:6. യേശുവിൻ്റെ ശരീരം. യേശു നല്ല ആരോഗ്യവാനായിരുന്നു എന്ന് ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശുശ്രൂഷയ്ക്കിടയിൽ യേശു ഒരുപാട് ദൂരം യാത്ര ചെയ്തിരുന്നു. മത്തായി 9:35. 2 പ്രാവശ്യം യേശു ജൂതന്മാരുടെ ദേവാലയം ശുദ്ധമാക്കി. അപ്പോൾ നാണയം മാറ്റിക്കൊടുക്കുന്നവരുടെ മേശകൾ മറിച്ചിടുകയും ആടുമാടുകളെ ചാട്ടുകൊണ്ടടിച്ച് പുറത്താക്കുകയും ചെയ്തിരുന്നു. യേശുവിൻ്റെ മുഖഭാവം. യേശു വളരെ സ്നേഹവും സൗമ്യതയും ദയയുമുള്ള ആളായിരുന്നു. യേശുവിൻ്റെ മുഖഭാവത്തിൽ അത് കാണുവാനും കഴിയും. മത്തായി 19:11-28-29. ആശ്വാസത്തിനും സഹായത്തിനും വേണ്ടി എല്ലാ തരത്തിലും ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വന്നിരുന്നു. യേശുവിൻ്റെ അടുത്ത് ചെല്ലുവാൻ കുട്ടികൾക്ക് പോലും മടിയുണ്ടായിരുന്നില്ല. മത്തായി 19:13-15. മർക്കോസ് 9:35-37. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട്